ഇങ്ങനെ യാന്ത്രികമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. അതുകൊണ്ട് കബീർദാസ് ഇങ്ങനെ പാടിയത്: അറിവ് കൊണ്ട് തല നിറച്ചും ഭക്തി കൊണ്ട് മനസ്സ് നിറച്ചും കർമ്മം കൊണ്ട് ആശങ്ക നിറച്ചും ഈ മനുഷ്യൻ എവിടേക്കാ ഓടുന്നത്? അറിവ് കൊണ്ട് തല, അറിവ് നിറച്ച അറിവുണ്ട്, അറിവുകൊണ്ട് തല നിറഞ്ഞ് നിറച്ചിരിക്കുകയാണ്. അറിവ്, വായിച്ചത്, കേട്ടത്, കണ്ടത്, പഠിച്ചതൊക്കെ നിറച്ച് നോളജ് ഉണ്ട്. ഭക്തി കൊണ്ട് മനം നിറച്ചും, ദൈവത്തോടുള്ള ഭക്തിയും സ്നേഹമൊക്കെ കൊണ്ട് മനസ്സ് നിറയെ ദൈവത്തോടെ ഭക്തി മാത്രമേ ഉള്ളൂ. കർമ്മം കൊണ്ട് ആശങ്കപ്പെട്ടും, അതായത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഭയങ്കര ആശങ്കയാണ്. അയ്യോ നടക്കുമോ ഇല്ലയോ അതാണ് ഇതാണ് ഭയങ്കര കൺഫ്യൂഷൻസാ. ഈ മനുഷ്യൻ എങ്ങോട്ടായി ഓടുന്നത്? അടുത്തൊരു കാര്യത്തിൽ പറയാണ്, കബീർദാസ് പറയുന്നത് ഇങ്ങനെയാണ്: അകം ശുദ്ധമല്ല എങ്കിൽ പുറം എങ്ങനെ വിളങ്ങാനാണ്? എന്റെ മനസ്സ് ശുദ്ധമില്ല എങ്കിൽ എന്റെ പുറം എങ്ങനെ വിളങ്ങാനാ? നമ്മൾ പുറം എത്ര തേച്ച് മിനുക്കിയിട്ടും കാര്യമില്ല ചേട്ടന്മാരെ, ചേച്ചിമാരെ. അകം ശുദ്ധമാക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാക്കണം. മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ചിന്തകൾ ശുദ്ധമാകണം. ചിന്തകൾ ശുദ്ധമാകണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടാവണം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടാവണം. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ചിന്തകൾ നോർമലായിരിക്കും. നല്ല രീതിയിൽ അവർ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, അവരങ്ങനെ പണി തന്നാലും കുഴപ്പമില്ല, ഒക്കെ ശരിയാവും. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ബോധ്യത്തിൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ക്രിസ്തു വരണം. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹത്തിൽ നമ്മളായിട്ട്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ തേടി നടക്കുക. പണ്ട് പാടിയൊരു പാട്ടുണ്ട്: ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ലിവിടെയും ഈശ്വരൻ. പാട്ട് പണ്ട് കേട്ടിട്ടില്ലേ? തേടി അലയുക. കാണുന്ന പള്ളികളില്, തീർത്ഥാടന കേന്ദ്രങ്ങളില് തമ്പുരാനെ തേടി നടക്കുകയാണ് നമ്മള്. ധ്യാന കേന്ദ്രങ്ങളില് അച്ഛന്മാരുടെ പുറകെ, കന്യാസ്ത്രീമാരുടെ പുറകെ, എല്ലാവരുടെയും പുറകെ ക്രിസ്തു അവരുടെ കയ്യിലായിരിക്കുന്നത്. അവരുടെ കുത്തകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കുക. അച്ഛാ ബ്ലസ് ചെയ്യണേ, സിസ്റ്ററെ ബ്ലസ് ചെയ്യണേ. എന്തേ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ലേ? എന്ത് നാണം കിട്ട പരിപാടിയാ. വല്ലവരുടെ പോയിട്ട് ക്രിസ്തുവിന് ഇറന്ന് മേടിക്കുന്ന പരിപാടി. ആ പള്ളിയിലോ ക്രിസ്തു ഉള്ള, ഈ ചാപ്പലിലോ ക്രിസ്തു ഉള്ള, ഇവിടെയോ ക്രിസ്തു ഉള്ള. എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റണം. എന്തേ നമുക്ക് പറയാൻ പറ്റണില്ല? അപ്പൊ എല്ലാം ശരിയാവും. ഈ ക്രിസ്തുവിനെ തേടി നടക്കുന്നത് നിർത്ത്. എന്റെ ഉള്ളിലാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയുക. അപ്പൊ ശരിയാവും. എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാവണം. ഒരുത്തർ ഇവിടെ എവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ക്രിസ്തു ഉണ്ടെന്ന് അവന് തൊട്ട് നോക്കിയാൽ അറിയാം. അവനൊന്ന് പ്രൊവോക്ക് ചെയ്താൽ അറിയാം. അവനൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ അറിയാം. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അറിയാം അവന് ക്രിസ്തു ഉണ്ടോ ഇല്ലയോ. ഒരേ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇരിപ്പിരുത്തിയ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതിരുത്തിയ അവനെ അറിയാം, പ്രവർത്തിക്കും. ക്രിസ്തു ഉള്ളവനൊന്നും മിണ്ടില്ല. ക്ഷമിക്കുന്ന സ്നേഹമാണ്. അവൻ സ്നേഹമാണ്. ഭർത്താവ് അടിച്ചാലും, ഭാര്യ ബഹളം വെച്ചാലും, ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും, നാട്ടുകാർ കുറ്റപ്പെടുത്താനും കളിയാക്കിയാലും ഒക്കെ ക്ഷമിക്കുന്ന സ്നേഹത്തിൽ നിന്നറിയാൻ പറ്റും ക്രിസ്തു ഉള്ളത്. ദൈവം സ്നേഹമാണല്ലോ. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താ? പേടി, ഭയം, നിരാശ, ആകുലത, ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം. അപ്പൊ നമ്മുടെ ഉള്ളില്, നമ്മുടെ ചിന്തകളിൽ ഇരിക്കുന്ന ആരാ? സാത്താൻ. സാത്താൻ. സാത്താനുള്ളവന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷണമാണ് ഭയം. ഭയം കൊണ്ടുതരും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ പേടി, ഒരു പ്രൊജക്ട് എടുക്കുമ്പോൾ പേടി, ഒരു പുതിയ തീരുമാനം എടുക്കാൻ പേടി, വിവാഹം കഴിക്കുമ്പോ ആ പെണ്ണാണോ ഈ ചെറുക്കനാണോ നല്ല ശരി പേടിയാ. ഈ ഭർത്താവിനെ കെട്ടിപ്പോയി, ഈ ഭാര്യനെ കെട്ടിപ്പോയി, ഇനി വേണ്ട, അതിനെ ഒഴിവാക്കാം. കൺഫ്യൂഷൻസ് തരുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ് പിശാച്. ആകുലതയാണ്. ഒന്നിനും ഒരു ധൈര്യം കിട്ടുന്നില്ല. നടു നിവർന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആകെ പ്രശ്നമാണ്. സാത്താൻ കൊണ്ട് തരുന്നത്. സാത്താനുള്ളിൽ ഉണ്ടെന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് ഭയം. ഒന്നിനും ധൈര്യത്തോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും. നിരാശ കൊണ്ട് തരും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും, അങ്ങോട്ട് പോകണ്ടേ, ആ നിനക്ക് ചേർന്ന ജോലിയില്ലേടി, നീ ഓയേറ്റി നമ്മൾ, നീ 2 പ്രാവശ്യം എഴുതി തോറ്റതില്ലേടി, പെണ്ണെ നീ മര്യാദയ്ക്ക് നാട്ടിലെങ്ങാനും മര്യാദയ്ക്കിരിക്കടി. പക്ഷെ അത് കൂടി തരുന്ന തോന്നലാണ്. എടാ നീ ആ ബിസിനസ് ഒന്നും ചെയ്യാൻ പോകണ്ടേട്ടാ, അന്ന് നിന്റെ കൂട്ടുകാരൻ ചോദിച്ചല്ലേ, നീ മര്യാദയ്ക്ക് വീട്ടിലിരിക്കടാ, വേറെ പണിയൊന്നുമില്ല, ഉള്ളതൊക്കെ ആയിട്ട് ജീവിച്ചു പോയ പോരെ. പക്ഷെ അതുകൊണ്ട് തരുന്നതാണ്. എടാ ആ പെണ്ണിനെ, ഈ ഭാര്യനെ തട്ടിക്കളയണം, അത് വേറെ നിനക്ക് വേറെ എത്രയോ നല്ല ഭാര്യമാരെ കിട്ടും, വേറെ എത്രയോ നല്ല ഭാര്യമാരെ കിട്ടും, വേറെ എത്രയോ നല്ല ഭർത്താക്കന്മാരെ കിട്ടും. എന്തിനാ നീ ചുമന്നുകൊണ്ട് നടക്കണേ?
ഈ വയ്യാവലി നടക്കണം പിശാചാണ് പറയുന്നത്. ഈ ചിന്തകൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ, അവനെ പണി കൊടുക്കാം, അവക്ക് പണി കൊടുക്കാം, എന്റെ സുഖമാണെന്നുള്ള ചിന്തകൾ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിൽ ക്രിസ്തുവില്ല, പിശാചാണ്. എന്നിട്ട് ഈ പിശാചിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തേടി നടക്കാം. ഈശ്വരനെ